നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിരവധി കുട്ടികളും പേരൻസുമാണ് BSc നഴ്സിംഗിനും അതുപോലെ തന്നെ BSc അലൈഡ് അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കും എല്ലാ വർഷവും കേരളം പ്രതീക്ഷിച്ച് നൽകുന്നത്. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഏതൊക്കെ കോഴ്സുകളാണ് നമുക്ക് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്? അതോടൊപ്പം തന്നെ LBS വഴി BSc നഴ്സിംഗിന് അല്ലെങ്കിൽ BSc പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ഒറ്റ ആപ്ലിക്കേഷൻ വഴി എത്ര കോഴ്സുകളിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും? അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിൽ BSc നഴ്സിംഗും BSc പാരാമെഡിക്കൽ കോഴ്സുകളുമായിട്ട് ഏകദേശം 15ഓളം കോഴ്സുകളിലേക്കാണ് ഒറ്റ ആപ്ലിക്കേഷൻ വഴി നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ LBSലെ അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ നമ്മൾ റെഡിയാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ +2 റിസൾട്ട് വന്ന് കഴിഞ്ഞ ശേഷം മാത്രമാണ് സാധാരണഗതിയിൽ LBSലേക്ക് ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ സമർപ്പിക്കുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസുകൾക്ക് ആ ഒരു സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നതുമായിരിക്കും. അപ്പോൾ ഗവൺമെൻറ് കോളേജുകളിലേക്ക്, അത് നഴ്സിംഗ് ആയിക്കോട്ടെ പാരാമെഡിക്കൽ കോഴ്സുകളായിക്കോട്ടെ, അങ്ങനെയുള്ള കോളേജുകളിലേക്ക് നമ്മൾ അഡ്മിഷൻസ് നേടണമെങ്കിൽ തീർച്ചയായിട്ടും LBS വഴി മാത്രമാണ് നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ BSc നഴ്സിംഗിനും പാരാമെഡിക്കൽ കോഴ്സുകളും കൂടെ ഉൾപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 15ഓളം കോഴ്സുകളാണ് ഈ ഒരു കാറ്റഗറിയിൽ നമ്മൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ നോക്കുന്ന, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് കോളേജസും ഉള്ള ഒരു കോഴ്സാണ് BSc നഴ്സിംഗ്. അപ്പോൾ BSc നഴ്സിംഗ് കഴിഞ്ഞതിന് ശേഷം മിക്കവാറും വരുന്ന കുട്ടികൾ സെലക്ട് ചെയ്യുന്ന ഒരു കോഴ്സാണ് BSc MLT അഥവാ മെഡിക്കൽ ലാബ് ടെക്നോളജി, അതുപോലെ തന്നെ BSc പെർഫ്യൂഷൻ ടെക്നോളജി, BSc ഒപ്റ്റോമെട്രി, ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ BPT, ബാച്ചുലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പത്തോളജി അല്ലെങ്കിൽ BASLP കോഴ്സ്, കാർഡിയോവാസ്കുലർ ടെക്നോളജി, BSc ഡയാലിസിസ് ടെക്നോളജി, BSc ഒക്യുപ്പേഷൻ തെറാപ്പി അല്ലെങ്കിൽ BOT എന്ന് പറയുന്ന കോഴ്സ്, BSc മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, BSc റേഡിയോ തെറാപ്പി, BSc ന്യൂറോ ടെക്നോളജി, BSc ന്യൂക്ലിയർ മെഡിസിൻ, BSc മെഡിക്കൽ ബയോകെമിസ്ട്രി, BSc പ്രോസ്തറ്റിക് ആൻഡ് ഓർത്തോട്ടിക്സ്. അപ്പോൾ ഇത്രയും കോഴ്സുകളാണ് നമ്മൾ BSc നഴ്സിംഗ് ഉൾപ്പെടെ ഏകദേശം 15ഓളം കോഴ്സുകളാണ് ഒറ്റ ആപ്ലിക്കേഷൻ വഴി നമുക്ക് അപേക്ഷിക്കുവാനായിട്ട് സാധിക്കുക. അത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം നമ്മൾ മാനേജ്മെൻറ്റ് സീറ്റിലേക്കൊക്കെ വരുമ്പോൾ വെവ്വേറെ ആപ്ലിക്കേഷൻസ് ഒക്കെ കൊടുത്ത് നല്ല രീതിയിലുള്ള ഒരു ഫീസ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള എമൗണ്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഫീസ് എണ്ണത്തിൽ മാത്രമായിട്ട് നൽകേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റിൽ തന്നെ ഏതാനും ചില കോഴ്സുകളൊക്കെ പുതുതായിട്ട് ഡിസൈൻ ചെയ്ത് വരുന്നതേ ഉള്ളൂ. കഴിഞ്ഞ വർഷങ്ങളൊന്നും അപ്ഡേറ്റ് ആയി വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു വർഷം കൂടുതൽ കോളേജുകളിലേക്ക് അഫിലിയേഷൻസ് എല്ലാം കിട്ടി എത്രയും പെട്ടെന്ന് തന്നെ കോഴ്സുകൾ ആരംഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് BSc പ്രോസ്തറ്റിക് ആൻഡ് ഓർത്തോട്ടിക്സ് ആണ്. നിരവധിയായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ലിംബ് സെൻറ്ററുകളുണ്ട്. പക്ഷേ അവിടെയൊക്കെ ആണെങ്കിലും പെർഫോം ചെയ്യുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള കോഴ്സുകളൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവരായിരിക്കില്ല. ഇതൊക്കെ പുതുതായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന കോഴ്സുകളാണ്. അത്രയും വൈഡായിട്ട് വന്നിട്ടുള്ള കോഴ്സുകളല്ല. അപ്പം ആർട്ടിഫിഷ്യൽ ലിംബ് സെൻറ്ററുകളിലൊക്കെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ടെക്നീഷ്യൻ ലെവലിലുള്ള ഒരു കോഴ്സാണ് ഈ BSc പ്രോസ്തറ്റിക് ആൻഡ് ഓർത്തോട്ടിക്സ്. വരുമ്പോഴത്തേക്കും അതും നല്ല ഡിമാൻഡായിട്ട് വരുന്ന ഒരു കോഴ്സായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കോഴ്സുകളാണ് BSc ലെവലിൽ നമുക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ സാധാരണ രീതിയിൽ LBS വഴി 3 റാങ്ക് ലിസ്റ്റുകളാണ് പബ്ലിഷ് ചെയ്യപ്പെടുക. അപ്പോൾ ഈ 3 റാങ്ക് ലിസ്റ്റുകൾ ഏതൊക്കെയാണ് നമ്മൾ ഒരിക്കൽ കൂടി പരിശോധിക്കാം. അപ്പോൾ റാങ്ക് 1 അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് 1 എന്നുള്ളത് മിക്കവാറും ഒട്ടുമിക്ക നഴ്സിംഗ് ഉൾപ്പെടെ ഒട്ടുമിക്ക പാരാമെഡിക്കൽ കോഴ്സുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റാണ് റാങ്ക് ലിസ്റ്റ് 1 എന്നുള്ള രീതിയിൽ നമുക്ക് കണക്കാക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അങ്ങനെ 3 സബ്ജക്റ്റുകളുടെയും മാർക്കുകളാണ് ഇൻഡെക്സ് മാർക്കുകൾക്ക് വേണ്ടി പരിഗണിക്കപ്പെടുക. അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് 2 എന്നുള്ളത് BASLP കോഴ്സിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ കൺസിഡർ ചെയ്യുന്ന സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉണ്ടെങ്കിൽ ബയോളജി, അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇലക്ട്രോണിക്സ്, സൈക്കോളജി, അങ്ങനെ ഏത് കോഴ്സുകൾ വേണമെങ്കിലും അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റുകൾ വേണമെങ്കിലും ഇതിനകത്ത് കൺസിഡർ ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ബയോളജി, സയൻസ് കഴിഞ്ഞ കുട്ടികൾ തന്നെ നിർബന്ധമില്ല. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി മറ്റുള്ള ഏതെങ്കിലും കോഴ്സുകൾ എടുത്തിരിക്കുന്ന കുട്ടികൾക്കും BASLP കോഴ്സിന് നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ മൂന്നാമത്തെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ BPO കോഴ്സിന് വേണ്ടിയുള്ളതാണ്. അതായത് BSc പ്രോസ്തറ്റിക് ആൻഡ് ഓർത്തോട്ടിക്സ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞൊരു കോഴ്സാണ്. അപ്പോൾ ആ ഒരു കോഴ്സിലേക്ക് നമ്മൾ അപേക്ഷകൾ സമർപ്പിക്കണമെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ബയോളജിക്ക് പകരം മാത്സ് പഠിച്ചവരായാലും
ഈ പറയുന്ന രീതിയിൽ ആപ്ലിക്കേഷൻസ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇതോടൊപ്പം തന്നെ ഇംഗ്ലീഷ്, അങ്ങനെ 4 സബ്ജക്റ്റുകളാണ് അവിടെ റാങ്ക് ലിസ്റ്റുകൾ പരിഗണിക്കാനായിട്ട്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് 2ലും 3ലും ഓപ്ഷണൽ സബ്ജക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു പക്ഷേങ്കിൽ ചില കുട്ടികളെ സംബന്ധിച്ച് പറയുമ്പോൾ ബയോളജി, ബയോമാത്സ് കഴിഞ്ഞ കുട്ടികളുണ്ടാകാം. അപ്പോൾ ബയോളജി മാത്സും ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും ഹയസ്റ്റ് മാർക്കുള്ള സബ്ജക്റ്റുകൾ കൺസിഡർ ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് 2ൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, അതോടൊപ്പം തന്നെ ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഒന്നിലധികം സബ്ജക്റ്റുകൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവയിൽ ഏറ്റവും മാർക്ക് കൂടിയ സബ്ജക്റ്റുകളായിരിക്കും 3ാമത്തെ സബ്ജക്റ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ഓപ്ഷൻസും കൂടെ എടുക്കാൻ സാധിക്കും എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു 3 റാങ്ക് ലിസ്റ്റുകളായിട്ടാണ് നമ്മൾ മാർക്കുകളിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം LBSൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും നമുക്ക് അലോട്ട്മെൻറ്റ് പ്രോസസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക. ഇൻഡെക്സ് മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഈ പറയുന്ന വെവ്വേറെ റാങ്ക് ലിസ്റ്റുകൾ തയ്യാറാക്കുന്നത്. ഒരു പക്ഷേങ്കിൽ ഒരു കുട്ടി തന്നെ പല റാങ്ക് ലിസ്റ്റുകളും ഉൾപ്പെട്ടെന്ന് വരാം. അപ്പോൾ എങ്ങനെയാണ് ഇൻഡെക്സ് മാർക്കുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ നേരത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ കൂടി അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.